ഒരിക്കലേ എൻ്റെ നിഷ്കളങ്കനായ മിത്രവുമായുള്ള സംഭാഷണത്തിൻ്റെ ഇടയിൽ ഒറിജിനൽ മിത്രം പുറത്തിയാടിയിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു. പണ്ടൊക്കെ മദ്രസയിൽ കുട്ടികളൊക്കെ പോകുമ്പോൾ പാവാടയും ബ്ലൗസും തട്ടൊക്കെ ഇട്ടിട്ട് എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പോൾ പോകണുണ്ടോ ചാക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ വളരെ ബഹുമാനപൂർവ്വം ആ മിത്രത്തോട് പറഞ്ഞു, മിത്രമേ, നമ്മളെ നാട്ടിൽ പണ്ട് ആണുങ്ങൾ പാൻറ് ഇട്ടിട്ടുണ്ടായിരുന്നോ, പെണ്ണുങ്ങൾ ചുരിദാർ ഇടാറുണ്ടായിരുന്നോ, മാക്സി എന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഷർട്ട് പോലും ഇടാതെല്ലാം നടന്നിരുന്നത്. എന്നു മുതലാണ് സാർവത്രികമായിട്ട് ആൾക്കാർ ഷർട്ട് ഇട്ട് തുടങ്ങിയത്? എന്നു മുതലാണ് എല്ലാ സ്ത്രീകളും സാരി എടുത്ത് തുടങ്ങിയത്? അതിമതഭേദമന്യേ നമ്മളെ വീടുകളിലുള്ള സ്ത്രീകളൊക്കെ ലുങ്കിയും ജാക്കറ്റോ ജമ്പറോ എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല, അതല്ലേ ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ വ്യത്യസ്തമായ വസ്ത്ര വൈവിധ്യങ്ങൾ, വസ്ത്ര സംസ്കാരങ്ങൾ കണ്ടപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കോപ്പി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോപ്പി ചെയ്തു വന്ന ഒരു അറേബ്യൻ വസ്ത്ര രീതിയാണ് ഈ കുട്ടി ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ കോപ്പി ചെയ്യുന്നതിൽ ഏത് കോപ്പി ചെയ്യണം എന്നുള്ള ഓരോ ആൾക്കാരുടെ ചോയ്സാണ്. അറേബ്യൻ ചെയ്യണോ യൂറോപ്യൻ ചെയ്യണോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടില്ല, കൊറിയൻ വസ്ത്ര രീതികൾ കുട്ടികൾ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചോയ്സിനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ ഇത്ര സമ്മതിച്ചിരിക്കാന്ന് ഉറപ്പില്ല. അപ്പം അടുത്ത ചോദ്യം, നിഷ്കളങ്കമായ ചോദ്യം, ഈ കുഞ്ഞു കുട്ടികളൊക്കെ അവരുടെ ചോയ്സിലാണോ ഇത് ഇടാറുള്ളത്? അപ്പം ഞാൻ വളരെ ബഹുമാനപൂർവ്വം വീണ്ടും പറഞ്ഞെന്ത്, മിത്രമേ, തീർച്ചയായും അല്ല. ഒരു കുട്ടി വസ്ത്രം ധരിക്കുന്നതും അവർ മതപരമായ ചിഹ്നങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നതും അവരെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഒരിക്കലും ഒരു കുട്ടി പ്രായപൂർത്തിയാവുന്നത് വരെ, അല്ലെങ്കിൽ അവരതിന് പ്രാപ്തരാവുന്നത് വരെ അവരെ ആരാണോ വളർത്തുന്നത് അവരുടെ മതപരമായ ചോയ്സും അവരുടെ മതപരമായ വിശ്വാസങ്ങളും അനുസരിച്ചായിരിക്കും അവർ ഡ്രസ്സ് ധരിക്കുന്നത്. ഞാൻ ചോദിച്ചു, മിത്രമേ, താങ്കളുടെ കുഞ്ഞ് കൊന്ത ധരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറി തൊടുന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ ചോയ്സിലല്ല അവർ ചെയ്യണത്, കുട്ടി തിരഞ്ഞെടുത്ത് ചെയ്യണതല്ലല്ലോ. മിത്രന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. മനസ്സിലായിട്ടാണോ എന്നറിയില്ല, അതോ ഇനി വാട്സപ്പിൽ പുതിയ ഡിഗ്രി എടുക്കാൻ വേണ്ടിയുള്ള കോഴ്സിന് ചേർന്നോന്നും അറിയില്ല. എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ്, പ്രത്യേകിച്ച് ചോയ്സിനെ കുറിച്ച്.